എന്നും ഓരോ അഭിപ്രായം പറഞ്ഞ് പുലിവാൽ പിടിക്കുന്ന സുരേഷ് ഗോപി ഇത്തവണയും ബി.ജെ.പിയെയും ഒപ്പം സി.പി.എമ്മിനെയും കൂടി വെട്ടിലാക്കിയിരിക്കുകയാണ്. നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ വീടുകളിൽ വാഹന കള്ളക്കടത്തിന്റെ പേരിൽ നടക്കുന്ന റെയ്ഡുകൾക്ക് രാഷ്ട്രീയ സ്വഭാവമുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം അടിച്ചുമാറ്റിയതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണത്രേ ഈ റെയ്ഡ് നടക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സംഗതി അല്പം കളറാക്കി പറഞ്ഞുവെങ്കിലും അതിലെ ഉപദ്രവം പിന്നീടാണ് ബി.ജെ.പിക്കും സുരേഷ് ഗോപിക്കുമൊക്കെ മനസ്സിലായത്. സി.പി.എമ്മിനെ ലക്ഷ്യമിട്ടാണ് പറഞ്ഞത് എങ്കിലും ബി.ജെ.പിയെ കൂടി വെട്ടിലാക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. വാഹന കള്ളക്കടത്തിൽ നടന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയത് കേന്ദ്ര ഏജൻസികളായ കസ്റ്റംസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ്. ശബരിമല വിവാദമാകട്ടെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ ഇടത് സർക്കാരിനെയും. അങ്ങനെ ഇടത് സർക്കാർ പ്രതിസന്ധിയിലായ ഒരു കേസിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്തുന്നുണ്ട് എങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്ത് ഉഭയകക്ഷി ബന്ധമാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവിടെയാണ് പ്രതിപക്ഷം ഏറെക്കാലമായി ആരോപിക്കുന്ന ബി.ജെ.പി സി.പി.എം ബാന്ധവം യാഥാർത്ഥ്യമാകുകയാണ് എന്ന കോൺഗ്രസ് ആരോപണത്തിന് പ്രസക്തിയേറുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവന വിരൽ ചൂണ്ടുന്നതും അത്തരമൊരു സി.പി.എം ബി.ജെ.പി ഒത്തുകളിയിലേക്കുമാണ്. താരങ്ങൾക്കെതിരായ ഇ.ഡി. റെയ്ഡ് സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണ് എന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ആദ്യമായി അഭിനന്ദിക്കുന്നുവെന്നാണ് സതീശൻ പറഞ്ഞത്. സാധാരണയായി കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴാണ് ഇ.ഡി. അന്വേഷണവുമായി ഇറങ്ങുക. എന്നാൽ ഇവിടെ സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലായപ്പോഴാണ് ഇ.ഡി. അന്വേഷണവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഇരുകൂട്ടരും തമ്മിലുള്ള അവിശുദ്ധ രാഷ്ട്രീയ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇ.ഡി. ഇറങ്ങിയത് എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അതേക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുമെന്നും സതീശൻ പറയുന്നു. കേരള സർക്കാരിനെ രക്ഷിക്കാനും സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമാണ് കേന്ദ്ര ഏജൻസി പരിശോധനയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ എന്തിന് അവിശ്വസിക്കണമെന്നാണ് സതീശന്റെ ചോദ്യം. മുൻപും പല വിഷയങ്ങളിൽ സി.പി.എമ്മും ബി.ജെ.പിയും അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആരോപിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിനെ പിടിച്ചുകുലുക്കിയ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ സി.പി.എമ്മിനെ സഹായിച്ചത് ബി.ജെ.പിയാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസ് തുടർച്ചയായി മാറ്റിവെക്കുന്നത് മുൻപേ വിവാദമായതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ ലാവ്ലിൻ കേസ് ഇന്നും അനന്തമായി നീണ്ടുപോകുകയാണ്. CBI കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഈ കൂട്ടുകൃഷിക്ക് തെളിവാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. തുടർച്ചയായി ഇത്തരത്തിൽ സി.പി.എമ്മും ബി.ജെ.പിയും പരസ്പര സഹകരണ സംഘമായി പ്രവർത്തിക്കുന്നത് അടുത്ത തവണയും സി.പി.എമ്മിന് കേരളത്തിൽ അധികാരത്തിൽ വരാനാണ് എന്നും അത് കഴിഞ്ഞാൽ ബി.ജെ.പിയെ അധികാരത്തിലെത്തിക്കാൻ സി.പി.എം സഹായിക്കുമെന്നും നിരന്തരം പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നുണ്ട്. ഇത്തരം ആരോപണങ്ങളെയെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന വരുന്നത്. ഇതോടെ സി.പി.എം ബി.ജെ.പി ബാന്ധവം ശക്തമാണ് എന്ന പ്രതിപക്ഷ നരേറ്റീവിലേക്ക് ഇത് നീളും. ഒപ്പം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ബി.ജെ.പി എന്തുകൊണ്ട് സി.പി.എമ്മിനെ ആക്രമിക്കുന്നില്ല എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിനുള്ള മറുപടി കൂടി കേരള സർക്കാരിനെ സഹായിക്കാനാണ് ഇ.ഡി. റെയ്ഡ് എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിലുണ്ട്. ശബരിമലയും അയ്യപ്പ ഭക്തിയും എല്ലാം ഉൾപ്പെട്ട കേസായിട്ട് പോലും സി.പി.എമ്മിനെതിരെ നിർമ്മലമായ നിലപാട് സ്വീകരിക്കാനാണ് ബി.ജെ.പി ശ്രമിച്ചത്. രാഷ്ട്രീയമായി വലിയ ആക്രമണത്തിന് പോലും ബി.ജെ.പി തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെയാണ് ബി.ജെ.പി സി.പി.എം അവിശുദ്ധ ബാന്ധവം എന്ന പ്രതിപക്ഷ നരേറ്റീവിന് ശക്തിയേറുന്നത്. അതിനിടെ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിലെ അപകടം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ എത്തിയത് ബി.ജെ.പി സംസ്ഥാന കമ്മിറ്റി അംഗം ദേവനാണ്. ശബരിമല വിവാദം വഴിതിരിച്ചുവിടാനാണ് സിനിമാ താരങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് എന്നത് തെറ്റായ വാദമാണ് എന്നും അങ്ങനെ ചിന്തിക്കുന്നത് നോൺസെൻസ് ആണ് എന്നുമാണ് ദേവൻ പറഞ്ഞത്. ശബരിമല വിവാദം വഴിതിരിച്ചുവിടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. മാധ്യമങ്ങളും ഹൈക്കോടതിയുമാണ് ഈ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്നത്. ശബരിമലയിലേത് വിവാദമല്ല, പകൽ കൊള്ളയാണ്. കൊള്ള നടന്നത് ശബരിമലയിൽ മാത്രമല്ല, മറ്റു ക്ഷേത്രങ്ങളിലുമാണ്. കൊള്ള നടത്തുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ ശരിയാവില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും ദേവൻ പറഞ്ഞു. ഇന്നലെ പാലക്കാട് നടന്ന കലുങ്ക് സംവാദത്തിലാണ് കേന്ദ്രമന്ത്രിയും ബി.ജെ.പി നേതാവുമായ സുരേഷ് ഗോപിയുടെ വിവാദ പ്രതികരണമുണ്ടായത്. ദുൽഖർ സൽമാൻ അടക്കം താരങ്ങളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാകാമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സ്വർണ്ണപ്പാളി വിവാദം മൂടിക്കെട്ടാനുള്ള ശ്രമമാണ് ഈ റെയ്ഡ് നടന്നത് എന്ന സംശയം തനിക്കുണ്ട്. കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതൽ വിശദീകരണം നൽകുന്നില്ല. പ്രജാവിവാദവും സ്വർണ്ണ ചർച്ചയും മുക്കാനാണ് ഇത്തരം നടപടികൾ. എല്ലാം കുതന്ത്രമാണ് എന്ന് തോന്നുന്നുവെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം.
അതേസമയം ഓരോ തവണ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കലിംഗ് സംവാദം സംഘടിപ്പിക്കുമ്പോഴും ഒരു വിവാദം ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഇത് BJPയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്.